ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി പുള്ളിങ് കുറവായിട്ട് വന്നതാണ്. വണ്ടി വലിയ എന്നുള്ളതാണ് കംപ്ലൈൻറ്റ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ക്ലച്ച് സൈഡിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് ഫീൽ ചെയ്തത്. നമ്മളത് ക്ലച്ച് ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ CVT ക്ലച്ചാണ്, ബെൽറ്റ് ഡ്രൈവാണ് വണ്ടി വരാം. അപ്പോൾ അതിൻ്റെ നോക്കണ സമയത്തുണ്ടല്ലോ ബാക്കിൽ വരുന്ന പുള്ളി ഫുള്ള് പോയേക്കാണ്, പുള്ളി വീലുകൾ ഇതൊക്കെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുണ്ടോ അത് പിന്നൊക്കെ പോയി ഫുള്ളായിട്ട് ഓവറായിട്ട് കർവൊക്കെ പോയി കിടന്നിട്ട് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ആ സ്പ്രിങ് ലോഡായിട്ട് നിന്ന് ഒറ്റ കാരണം കൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടാനുണ്ടായത്. ഇവിടുത്തെ കവറടക്കം പൊട്ടിച്ചിട്ടൊക്കെയാണ് മൊത്തം ചാടി പുറത്തു പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെപ്പറേറ്റ് വീലുകളാണ്. ഈ വീല് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളറ്, അതിൻ്റെ ഉള്ളിൽ തന്നെ റോളറ്, പിന്നെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം കൂടിയിട്ട് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ വേരിയേറ്റർ ബോഡി ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ ബോസ് ഡ്രൈവ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ചെയ്യാം. ഇത് രണ്ടും മാറ്റാം, ഈ വീല് മാറ്റണം, അതേപോലെ ഈ വീല് മാറ്റണം, ഈ കോളർ സീല് മാറണം. അതിൻ്റെ ഉള്ളിൽ തന്നെ 2 ഓയിൽ സീലുകളുണ്ട്. ഓയിൽ സീലുകൾ 2 ഓയിൽ സീൽ വരുന്നുണ്ട്, 2 ഓറിങ് വരുന്നുണ്ട്, 3 പിന്നും റോളറും. അത്ര ആയിട്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരാം. അപ്പോൾ അത് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്ത് വിടാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്ന ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ഓയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ സീൽ മാറ്റി കൈയോടെ ഇട്ടേക്കാം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടെയും ഒരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ ക്രാങ്ക് ഓയിൽ സീൽ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ ഇതുമ്മയുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇതുമ്മേ പറഞ്ഞാൽ ഈ ബെൽറ്റ് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്, പക്ഷേ കമ്പനി ബെൽറ്റ് ഒന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് ഇതുമ്പോൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ പൊട്ടൽ കാര്യം ഇപ്പോഴത്തെ കണ്ടീഷനിൽ പൊട്ടലൊന്നുമില്ല, ബെൽറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. പിന്നെയുള്ളത് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സെൽഫ് വന്ന് പിടിക്കുന്ന വീലാണ് ഇതുമേ. ഈ വീലൊക്കെ ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട് ഈ സൈഡൊക്കെ കേട്ടോ. അതേപോലെ ബെൻഡെക്സിനും അടി കിട്ടിയിട്ടുണ്ടാവും ഇതിൻ്റെ ഈ രീതിയിൽ വരുമ്പോഴത്തേക്കും. ബെൻഡെക്സിൻ്റെ ഈ ഭാഗത്തിനും ചെറിയൊരു അടിയൊക്കെ ഉണ്ട് തോന്നുന്നു. ബെൻഡെക്സ് നമുക്ക് തന്നെ യൂസ് ചെയ്യാം, പക്ഷേ ഈ വീല് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗത്തുള്ള വീലുകളാണ് കംപ്ലയിൻറ്റ് വന്നേക്കണേ. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ആ മിസ്സാവുന്ന ആ പവർ വണ്ടിക്ക് കിട്ടും, അതിൻ്റേതായിട്ടുള്ള വലി കിട്ടും. അതായത് 100% വലി എന്ന് പറയാൻ പറ്റില്ല, കാരണം ക്ലച്ചിനകത്ത് ഫെയിൽഡ് ആയേക്കണ വലി. ഇപ്പോൾ ക്ലച്ചിൽ ഈ വീലുകൾ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് വണ്ടിക്ക് വലി കുറവുണ്ടായിട്ടുണ്ട്. ആ വലി കുറവ് നമുക്ക് ഈ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേ കേട്ടോ. വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നാളെയാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.